ഗൈസ് വാട്സാപ്പ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വീടിൻ്റെ ബോർഡർ വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീടിൻ്റെ ബാക്കി ഭാഗം വയ്ക്കാം. ഗൈസ് നമുക്ക് ബാക്കി ഭാഗം വയ്ക്കാം. അതിനായി കുറച്ച് പ്ലാങ്ക് ആവശ്യമുണ്ട്. ഗൈസ് വലിയ വീടൊന്നും വേണ്ട ഗൈസ്, നമുക്കൊരു ചെറിയ വീട് മതി ഗൈസ്. ചെറിയ വീടെന്ന് വെച്ചാൽ നമ്മൾ ഈ വേൾഡ് അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയൊന്നുമില്ല. ഡ്രാഗനെ കൊന്നിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് വലുതൊന്നും വേണ്ട ഗൈസ്. നൈറ്റാണ് ഗൈസ്. ഗൈസ് ഒന്ന് 2 3 ഇത്ര ഹൈറ്റ് മതിയാവും ഗൈസ്, നമുക്ക് സേഫ്റ്റിക്ക് മാത്രം. നമ്മൾ പിന്നെ ഓരോ ഫാമൊക്കെ വയ്ക്കും, മൈൻ ഫാം അങ്ങനത്തെയൊക്കെ. അതൊക്കെ നമുക്ക്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ട് ബാക്കി നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ പുതിയ തത്തമ്മയ്ക്ക് പേരിടുന്ന കാര്യം പറഞ്ഞപ്പം നിങ്ങളൊരു നല്ല പേര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിട്ടിരുന്നത് ഫിലിപ്പ് എന്നാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ തത്തമ്മയുടെ പേര് ഫിലിപ്പ്. ഹായ് ഫിലിപ്പ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചെടി ഉണ്ടോ തിളങ്ങിയിരിക്കുന്നത്? ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഗൈസ്. അയ്യോ, ഇവിടെ ഫുള്ള് സ്കെൽറ്റൻ ഗൈസ്. സ്കെൽറ്റ് അപകടമാണ് ഇതൊക്കെ പറഞ്ഞാൽ. ഇതും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നൈറ്റ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം? ഗൈസ് നമുക്ക് നമ്മളതിൽ അയണിൻ്റെ ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മൈനിങ്ങിൽ പോകാം ഗൈസ്. ഫസ്റ്റ് ഇതെങ്ങനെ അടയ്ക്കണം, നമുക്ക് ഡയറക്റ്റ് വെച്ച് അടയ്ക്കാം. ഇത്ര മതി. അപ്പോൾ നമ്മളതിൽ ആവശ്യത്തിന് അധികം വുഡുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ ഗൈസ്? നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഇനി മൈനിങ്ങിനും എല്ലാം കിട്ടിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കാണെങ്കിൽ മൈനിങ്ങിന് ഇറങ്ങിയിട്ട് കോളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച് 2 വുഡ് മൈൻ ചെയ്തിട്ട് അതിന് നമുക്ക് ഫർണസിൻ്റെ അകത്ത് വെച്ച് ചാർക്കോളാക്കാമെന്ന് വിചാരിച്ച്. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ കാണും, അത് വിഷയമാക്കണ്ട. ഓക്കെ, ചാർക്കോളാക്കി ടോർച്ച് ഉണ്ടാക്കി മൈൻ ചെയ്തിട്ട് കാണാം. നമ്മൾ അവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന് അവസാനം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാമ്പിനെ കണ്ട് അവനെ വെട്ടിക്കൊന്ന്. ഗൈസ് ഇനി ഇവിടെ ഇറങ്ങി നടന്ന സേഫ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേൾഡ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എന്ത് ചെയ്യാം? മൈനിങ്ങിന് ഇപ്പോൾ പോകണ്ട ഗൈസ്. അത് റീസ്പോൺ സെറ്റ് ചെയ്തില്ല ഗൈസ്. അയ്യോ ഗൈസ് എനിക്ക് ഓർമ്മയുണ്ട്. വഴി ദോ ഗൈസ്. അപ്പം നിങ്ങൾ നാളെ വരണം ഗൈസ്. നാളെ നമ്മൾ മോബ് ഫാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഞാനതിൻ്റെ റിസോഴ്സസൊക്കെ എടുത്ത് വയ്ക്കണം. ഗൈസിൻ്റെ ചാമ്പി ഉണ്ടോ? ഇല്ല. അയ്യോ കുഴപ്പമില്ല. ഗൈസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ടോട്ടലിൽ ചത്തിരിക്കുകയാണ്. ഗൈസ് ഒരു ഷീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ഗൈസ് എന്നെ അടിച്ച് പഞ്ഞിക്കിട്ട് ഗൈസ്. ഔച്ച്. ഗൈസ് ബാമ്പ് ഉദിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് സ്കാഫോൾഡിങ് ഒക്കെ ഉണ്ടാക്കാം. മെലണുണ്ട്. എൻ്റെ പൊന്നമ്മമാരെ പ്ലീസ് നിർത്തൂ. നമ്മുടെ ഓഡിയൻസൊക്കെ ഇവിടെ വിഷമിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക്
ഈ ബാമ്പ് മുറിച്ചെടുത്തേക്കാം. കാരണം നമ്മൾ മോബ് ഫാമൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിന് AFK എന്ത് ഫാം ഉണ്ടെങ്കിലും അതിന് AFK സ്പോട്ട് വേണ്ടേ. അതിന് നമുക്ക് സ്കാഫോൾഡിങ് ആക്കാം. കുഞ്ഞു സാധനം ഇവിടെ ഗൈസ് കുഞ്ഞു സോംബി അപകടമാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ പാണ്ടനെ ഫ്രണ്ടാക്കിയാലോ? എന്ത് പറയണം ഗൈസ്? നമുക്ക് പാണ്ടനെ ഫ്രണ്ടാക്കാം. പാണ്ടയ്ക്ക് ബാമ്പ് കൊടുത്താൽ മതിയല്ലോ. ഫ്രണ്ടാവൂലേ? ടേം ആവൂലേ ഗൈസ്? ഓ ഗൈസ് അത് ടേം ആവത്തില്ല. അത് നമ്മൾ കൊടുക്കണ ഗൈസ് നമുക്ക് ലക്കുണ്ട്. കാരണം ഇത് സീയാണ്, കടല്. നമ്മൾ രക്ഷപ്പെട്ട് ഗൈസ്. ഇനി കെൽപ്പൊക്കെ ചത്ത് ഗൈസ്. നമുക്ക് നാളെ കെൽപ്പ് എടുക്കാം. കെൽപ്പ് ഇടാന്നെടുക്കാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ബൈ.